CPM വനിതാ നേതാവ് KJ ഷൈനെതിരായ സൈബർ അധിക്ഷേപ കേസാണ്. ആ കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ KM ഷാജഹാന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തുന്നു. എറണാകുളം സൈബർ ക്രൈം പോലീസാണ് ആക്കുളത്തെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നത്. ഷാജഹാന്റെ മകന്റെ ലാപ്ടോപ്പും മൊബൈലും കസ്റ്റഡിയിലെടുത്തു. അതേസമയം അറസ്റ്റിലായ ഷാജഹാനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. ആലുവയിലെ സൈബർ സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്യൽ. KJ ഷൈൻ നൽകിയ രണ്ടാമത്തെ പരാതിയിൽ ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നാണ് ഷാജഹാനെ അറസ്റ്റ് ചെയ്തത്. പൊതുവിടം മാലിന്യ വിമുക്തമാക്കാൻ എല്ലാവരും പരിശ്രമിക്കണമെന്നായിരുന്നു KJ ഷൈന്റെ പ്രതികരണം. ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയ്ക്ക് ഭരണകൂടം ഉറപ്പു തന്ന തടസ്സങ്ങൾ നീക്കാനുള്ള എല്ലാ സഹായങ്ങളും ഉപയോഗിക്കാൻ കഴിഞ്ഞു. അതിന് കേരള പോലീസിനോട് ഒരു ബിഗ് സല്യൂട്ട്. പരാതി കൊടുക്കുന്നത് പരാതിക്ക് കാരണമായ സംഭവങ്ങൾ തുടർന്നും ഉണ്ടാകുന്നു. നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്നു. ഹരിത കേരള ക്യാമ്പയിൻ നിങ്ങൾക്കറിയാലോ, മാലിന്യമുക്ത നവകേരളം. ആ മാലിന്യമുക്ത നവകേരളം എന്നുള്ള ലക്ഷ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ നമ്മളെല്ലാവരും അതിന്റെ ഭാഗമാകണം, ആ ക്യാമ്പയിന്റെ ഭാഗമാക്കണം. നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയുന്ന ദുർഗന്ധങ്ങൾ, ആ ദുർഗന്ധങ്ങൾ നമുക്ക് ദുർഗന്ധരഹിതമായി സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ അതിനെ ഒന്ന് നമ്മൾ എറിയാതിരിക്കണം. മറ്റൊന്ന്, എറിയുന്നവരെ കണ്ടാൽ അവരെ തിരുത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ ആ ക്യാമ്പയിൻ മുന്നോട്ട് പോവുക, അതിന് ശക്തമായി പ്രതികരിക്കാൻ കഴിവുള്ള ഒരു ഗവൺമെന്റ് ഉണ്ട് എന്ന ഉറച്ച വിശ്വാസം ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞിരുന്നു. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനും കൊച്ചിയിൽ നിന്ന് നവമി ദിനേശും ചേരുന്നുണ്ട്. ആദ്യം ഡാനിലേക്കാണ്. ഡാൻ, ഈ CPM വനിതാ നേതാവ് KJ ഷൈനെതിരായിട്ടുള്ള ആദ്യത്തെ വ്യക്തിപരമായ അധിക്ഷേപം, അതിൽ കൃത്യമായ പേര് പരാമർശിച്ചില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കേസിൽ നിന്നും ഊരിപ്പോരാൻ ഷാജഹാന് കഴിഞ്ഞതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഷാജഹാനെ ചോദ്യം ചെയ്ത ശേഷം അയാൾ തിരികെ വീട്ടിലെത്തുന്നു. അന്ന് രാത്രി തന്നെ KJ ഷൈൻ്റെ പേര് പരാമർശിച്ചുകൊണ്ട് അവരെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടുള്ള യൂട്യൂബ് വീഡിയോയുമായി വീണ്ടും ഷാജഹാൻ രംഗത്തെത്തുന്നു. ഇതോടുകൂടി ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തതാണ്. ഇപ്പോൾ ഷാജഹാന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു. ഇപ്പോൾ റെയ്ഡ് തുടരുകയാണ്. എന്തൊക്കെയാണ് അവിടെ നിന്നും പിടിച്ചെടുത്തിട്ടുള്ളത്? കഴിഞ്ഞ ദിവസം വൈകിട്ട് കൊച്ചിയിൽ നിന്ന് പോലീസ് സംഘം എത്തി ഷാജഹാനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോയ അതേ വീട്ടിലാണ് ഇപ്പോൾ സൈബർ ക്രൈം പോലീസിന്റെ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസിന്റെ 5 സംഘം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വീടിനുള്ളിൽ നിന്ന് ഒരു ലാപ്ടോപ്പും മൊബൈൽ ഫോണും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് സൈബർ ക്രൈം പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന സൂചനകൾ. അതോടൊപ്പം KM ഷാജഹാന്റെ മകന്റെ മൊഴി എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പരിശോധനകൾ ഇത്രയധികം സമയമായിട്ടും തീരാത്തത്. രാവിലെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ വീട്ടിലേക്ക് എത്തുകയും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യപ്പെട്ട അത് അപ്ലോഡ് ചെയ്ത ലാപ്ടോപ്പും മൊബൈൽ ഫോണും അടക്കം കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത്. അതായത് നിലവിൽ കൃത്യമായി സൈബർ ക്രൈം ഉദ്യോഗസ്ഥർക്ക് ഈ IP അഡ്രസ്സുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏത് ഫേക്ക് ഐഡികൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പ്രചാരണങ്ങൾ നടത്തിയാലും അത് ആരാണ് നടത്തിയതെന്ന് കണ്ടെത്താനുള്ള ആധുനിക സംവിധാനങ്ങളുണ്ട്. അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് KM ഷാജഹാനെ കുരുക്കിലാക്കുന്ന തരത്തിലുള്ള നിയമപരമായ കണ്ടെത്തലുകളിലേക്ക് സൈബർ ക്രൈം പോലീസ് കടക്കുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പരിശോധന നടത്താനുള്ള ഒരു നീക്കം സൈബർ ക്രൈം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്തത്. ഇത് KM ഷാജഹാനിൽ മാത്രം ഒതുങ്ങുന്ന ഒരു നടപടിയല്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. സമാനമായ തരത്തിൽ KJ ഷൈനെതിരെ ആരോപണം ഉന്നയിച്ച അല്ലെങ്കിൽ വ്യക്തിഹത്യ നടത്തുന്ന പരാമർശങ്ങൾ സൈബർ ഇടങ്ങളിൽ നടത്തിയ മറ്റ് ആളുകളെ കേന്ദ്രീകരിച്ചുകൂടി പരിശോധന നടക്കുന്നുണ്ട്. ആ പരിശോധനയിൽ KM ഷാജഹാന് ഇപ്പോൾ നേരിടേണ്ടി വന്ന നടപടി സമാനമായ പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചവർക്കെതിരെ അടക്കം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രവുമല്ല, ഈ ഒരു കേസിന് പുറമെ സമാനമായ തരത്തിൽ കുറച്ച് അധിക നാളുകളായി ഈ വ്യക്തിഹത്യ നീക്കം നടത്തുന്ന വ്യാജ അക്കൗണ്ടുകൾ കണ്ടെത്താനുള്ള ഒരു ശ്രമം കൂടി സൈബർ ക്രൈം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നടക്കുന്നുവെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വ്യക്തമാണ്. ഡാൻ, തുടരുക. നവമി ദിനേശിലേക്ക് കൂടി. നവമി, ഇപ്പോൾ ഷാജഹാനെ ചോദ്യം ചെയ്യുകയാണ്. ഇന്നലെയാണ് ആക്കുളത്തെ വീട്ടിൽ നിന്നും പോലീസ്, കൊച്ചി സൈബർ ക്രൈം പോലീസ് ഷാജഹാനെ അറസ്റ്റ് ചെയ്തത്. ഇന്ന് തന്നെ ഇപ്പോൾ എന്തായാലും കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം, കാരണം ഒരാൾക്കെതിരെ ഒരു തവണയല്ല 2 തവണയാണ് KM ഷാജഹാന്റെ ഭാഗത്തു നിന്നും വ്യക്തിപരമായ അധിക്ഷേപം ഉണ്ടായിരിക്കുന്നത്, അതും ഒരു വനിതാ നേതാവിനെതിരെ. എന്തൊക്കെ നടപടികളായിരിക്കും ഇനി സൈബർ ക്രൈം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക?
ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമായിരിക്കും ഷാജഹാനെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക എന്നത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. കാരണം ആദ്യത്തെ സംഭവമല്ല, ഇത് രണ്ടാമത്തെയാണ്. ആദ്യം കഴിഞ്ഞ ദിവസം ഏകദേശം 6 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലിന് ശേഷം KM ഷാജഹാനെ വിട്ടയക്കുകയും ചെയ്തു. പിന്നീട് ഈ പോലീസ് സൈബർ ക്രൈം പോലീസ് മെറ്റയോട് ചില വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. അതിൽ ഈ പ്രധാനപ്പെട്ട 3 പ്രതികളായിരുന്നു KJ ഷൈനും ഒപ്പം തന്നെ KJ ഷൈനും വൈപ്പിൻ MLA നൽകിയ പരാതിയിൽ 3 പ്രതികളെയായിരുന്നു പോലീസ് 3 പേരെയായിരുന്നു പ്രതി ചേർത്തിരുന്നത്. അതിൽ ഒന്നാം പ്രതി CK ഗോപാലകൃഷ്ണൻ, കോൺഗ്രസിന്റെ പറവൂരിലെ പ്രാദേശിക നേതാവാണ്. രണ്ടാം പ്രതിയായിരുന്നു KM ഷാജഹാൻ. മൂന്നാം പ്രതിയായി യാസർ ഇടപ്പാൾ, കൊണ്ടോട്ടി അബു എന്ന് പറയുന്ന യാസർ ഇടപ്പാളിനെയും പ്രതി ചേർത്തിരുന്നു. ഇതിൽ ഇവരുടെ തന്റെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് അല്ലെങ്കിൽ ഇവരുടെ അക്കൌണ്ടുകളിൽ നിന്ന് തന്നെയാണോ ഈ പോസ്റ്റ് ഇട്ടിരുന്നത് എന്നതിന്റെ ഇടയ്ക്കൊക്കെ ഒരു വിവരങ്ങൾ ആധികാരികത തേടിക്കൊണ്ട് സൈബർ പോലീസ് മെറ്റിക്ക് മെയിൽ അയക്കുകയും ചെയ്തിരുന്നു. അതിന്റെ മറുപടിക്കായി കാത്തിരിക്കുകയായിരുന്നു. അതിനുശേഷം തുടർ നടപടികളിലേക്ക് കടന്നാൽ മതി, അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നാൽ മതി എന്നായിരുന്നു പോലീസിന്റെ തീരുമാനവും. പക്ഷേ അതിനിടയിൽ തന്നെ ഈ ചോദ്യം ചെയ്യലിന് ശേഷം 6 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ഷാജഹാനെ വിട്ടയക്കുന്നു. പക്ഷേ ഷാജഹാൻ വീട്ടിൽ ചെന്ന് വീണ്ടും ഈ അന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, എഫ്ഐആറിലുള്ള കാര്യങ്ങൾ, ഒപ്പം ഈ KJ ഷൈന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് വീണ്ടും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ആവർത്തിക്കുകയും ചെയ്തത്. അത് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ആവർത്തിച്ചതിനെയാണ് KJ ഷൈൻ വീണ്ടും സൈബർ പോലീസിന് പരാതി നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രിയോടുകൂടി തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നും KM ഷാജഹാനെ അറസ്റ്റ് ചെയ്ത് എറണാകുളത്തേക്ക് എത്തിക്കുന്നത്. ഇന്ന് പുലർച്ചെയോടുകൂടി എറണാകുളത്തേക്ക് എത്തിക്കുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. രാവിലെ മുതൽ തുടങ്ങിയ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇനി കോടതിയുടെ തുടർ നടപടികൾ അല്ലെങ്കിൽ കോടതിയുടെ തീരുമാനം അനുസരിച്ചായിരിക്കും പോലീസ് തുടർ നടപടികളിലേക്കും കടക്കുക. അതിന്റെ ഭാഗമായി ഇപ്പോൾ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായാണ് തിരുവനന്തപുരത്തടക്കം ഇപ്പോൾ പരിശോധന ഈ KM ഷാജഹാന്റെ വീട്ടിൽ പരിശോധനയും നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇനി കോടതിയിൽ ഹാജരാക്കി കോടതിയുടെ ഒരു തീരുമാനം അനുസരിച്ച് ഇനി ആവശ്യമെങ്കിൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്ന ഘട്ടങ്ങളിലേക്കൊക്കെ പോലീസിന്റെ അടുത്ത നീക്കം, അതെന്തായാലും കോടതിയുടെ തീരുമാനം അനുസരിച്ചായിരിക്കും തുടർ നീക്കങ്ങളിലും പോലീസിന്റെ തീരുമാനമുണ്ടാകുക. എന്തായാലും ഇപ്പോഴും ആ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുലർച്ചെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഉച്ചയ്ക്ക് ശേഷം അതിവേഗത്തിലുള്ളൊരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. സാധാരണ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും, പിന്നീടായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക. പക്ഷേ KM ഷാജഹാന്റെ കാര്യത്തിൽ അത് ഉണ്ടായില്ല. മാത്രമല്ല ഇവിടെ നവമി സൂചിപ്പിച്ച പോലെ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള കോൺഗ്രസ് പ്രാദേശിക നേതാവ് ഗോപാലകൃഷ്ണൻ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ തേടി ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ പോലീസിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഷാജഹാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ മറ്റു പ്രതികൾക്ക് വേണ്ടിയുള്ള പോലീസിന്റെ നീക്കങ്ങൾ അതിവേഗത്തിൽ തന്നെ ഉണ്ടാകുമോ? അങ്ങനെ കരുതേണ്ടിയിരിക്കുന്നു ടോം. കാരണം CK ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുകയും ഗോപാലകൃഷ്ണന്റെ ഫോൺ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അയാൾ ഒളിവിലാണെന്നാണ് പോലീസ് പറഞ്ഞത്. പിന്നീട് നമ്മൾ കേൾക്കുന്നത് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയെന്നാണ്. എന്തായാലും നാളെയാണ് കോടതി ആ ജാമ്യാപേക്ഷ പരിഗണിക്കുക. അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്കും നീക്കങ്ങളിലേക്കും അന്വേഷണ സംഘം കടക്കുകയുള്ളൂ. ഇപ്പോഴും ഗോപാലകൃഷ്ണൻ ഒളിവിൽ തന്നെയാണെന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം മൂന്നാം പ്രതിയായിട്ടുള്ള യാസർ ഇടപ്പാൾ എന്ന കൊണ്ടോട്ടി അബു എന്ന പേരിൽ ഉള്ള ഒരു യൂട്യൂബർ, ഇദ്ദേഹവും ഇതേപോലെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടുള്ള പോസ്റ്റുകളായിരുന്നു തന്റെ യൂട്യൂബ് അക്കൌണ്ടിൽ നിന്നും ഇട്ടത്. ഇയാളെയും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയച്ചിരുന്നു. പക്ഷേ ഇയാൾ വിദേശത്തായതിനാൽ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. ഇനിയും എന്തായാലും തുടർ നീക്കം എന്നോണം ഇനിയിപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത നിലപാട് തന്നെയാണ് ഉള്ളതെങ്കിൽ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക ഈ സർക്കുലർ, ലുക്കൌട്ട് സർക്കുലർ അടക്കം നൽകുന്നതിലേക്കായിരിക്കും അടുത്തതായി അന്വേഷണ സംഘം കടക്കുക. എന്തായാലും ഇപ്പോൾ 3 പ്രതികൾ, അതോടൊപ്പം തന്നെ മറ്റ് ചിലരുമുണ്ട്. ഇവരുടെ യൂട്യൂബിൽ കമന്റ് ഇട്ടവരെ അടക്കം പോലീസ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെയും ആവശ്യമെങ്കിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതി ചേർക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ടോം.